ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ഉൽപ്പത്തി പുസ്തകം 29 അധ്യായം നമ്മളിന്ന് വായിക്കുന്നു. 28 അധ്യായത്തിൽ സ്വന്തം ഭവനത്തിൽ നിന്നിറങ്ങിപ്പോയ യാക്കോബ് ലൂസ് എന്ന് പറയുന്നതായ പട്ടണത്തിൽ കണ്ട ആ സ്വർഗീയമായ ദർശനം, കല്ല് ആ തലയണയായി വെച്ച മരുഭൂമിയുടെ അവസ്ഥയിൽ ദൈവം ശക്തമായി യാക്കോബിനോട് അവിടെ ഇടപെടുന്നതായി നമ്മൾ കാണുന്നു. തന്റെ ഭവനത്തിൽ മാതാപിതാക്കളുടെ സംരക്ഷണം അനുഭവിച്ച് സ്നേഹിക്കപ്പെട്ട് പട്ടുമെത്തിൽ കിടന്നുറങ്ങിയവൻ ഇന്നേ ദിവസം വരെ ഇതുപോലെ ഒരു ദർശനം അവന്റെ ജീവിതത്തിൽ അവൻ കണ്ടിട്ടില്ല. അപ്പോൾ ദൈവം എപ്പോഴും മനുഷ്യ ജീവിതത്തിൽ പ്രതിസന്ധികളുടെ മരുഭൂമിയിലൂടെ കല്ല് തലയണയായി വെക്കുന്ന അനുഭവത്തിലാണ് ദൈവത്തെ നമ്മൾ മുഖാമുഖം കാണുന്നത്. ഇവിടെ യാക്കോബിന്റെ ജീവിതത്തിലും ആ വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിലാണ് സ്വർഗത്തോളം എത്തുന്ന കോവണിയായി ദൈവത്തെ കാണുവാൻ യാക്കോബിന് സാധിക്കുന്നത്. ആ സ്ഥലത്തിന് അവൻ ബഥേൽ ദൈവഭവനമെന്ന് പേരിട്ട് അവൻ അവിടെ നിന്ന് ശപഥം ചെയ്ത് ഞാൻ മടങ്ങി വരുമെങ്കിൽ ഇവിടെ ദേവാലയം പണിയുമെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഹാരാനിലേക്ക് പോകുന്നു. ആ യാത്രയുടെ അവസാനം ഹാരാനിൽ എത്തിച്ചേരുന്നതാണ് 29 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. അങ്ങനെ അവിടെ എത്തിച്ചേർന്നവനായ യാക്കോബ് ലാബാന്റെ ഭവനത്തിൽ ഇതുവരെ മുമ്പ് അവൻ പോയിട്ടില്ല. അതുകൊണ്ട് ഭവനം അവൻ അറിഞ്ഞുകൂടാ. അമ്മ പറഞ്ഞുള്ള ബന്ധം മാത്രമേ അറിയൂ. അക്കാലത്തെ വെള്ളത്തിന്റെ ബുദ്ധിമുട്ടുകൾ നമ്മൾ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മരുഭൂമിയിലെ ഏറ്റവും വലിയ സമ്പത്ത് കിണറുകളാണ്, വെള്ളമാണ്, ആടുമാടുകൾക്ക് വെള്ളം കുടിക്കുവാൻ. അവിടെ വെച്ച് യാക്കോബ് ലാബാനെ കുറിച്ച് അന്വേഷിക്കുന്നു. സ്ഥലം അതാണെന്നറിയാം, പക്ഷെ എവിടെ താമസിക്കുന്നു എന്നറിഞ്ഞുകൂടാ. അപ്പോൾ അവിടെയുള്ള ആളുകൾക്കൊക്കെ ലാബാനെ അറിയാം. അവർ പറഞ്ഞു, ഞങ്ങൾക്കറിയാം, അവന്റെ മകൾ ഇപ്പോൾ ആടുകൾക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി വെള്ളം കോരാൻ വരുമെന്ന് പറഞ്ഞു. അന്നത്തെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ആടുകൾക്ക് വെള്ളം കൊടുക്കുന്നതായ രീതി പറയുന്നു. ആടുകളെല്ലാം വന്നതിന് ശേഷം കിണറിന്റെ കല്ല് മാറ്റി വെള്ളം കൊടുക്കുന്നു. അപ്പോൾ റാഹേൽ അവളൊരു ആട്ടിടയത്തിയായിരുന്നു. അക്കാലത്ത് സ്ത്രീകളുടെ ജോലി ആടുകൾക്ക് വെള്ളം കൊടുക്കുക, അതിനെ പരിചരിക്കുക എന്നുള്ളതാണ്. പകൽക്കാലത്ത് അതിനെ മേയ്ക്കാൻ കൊണ്ടുപോകുന്ന പുരുഷന്മാരാണ്. സ്ത്രീകളുടെ ജോലി അവ വരുമ്പോഴത്തേക്കും ഇവയ്ക്ക് വെള്ളം തയ്യാറാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഇവിടെ ലാബാന്റെ ആടിന് യാക്കോബ് വെള്ളം കോരി കൊടുക്കുകയാണ്, ആരും ആവശ്യപ്പെടാതെ തന്നെ. ഇവിടെ നമ്മൾ കാണുന്നു, റാഹേലിനെ അവൻ കണ്ടു. യാക്കോബ് അവളെ ചുംബിച്ച് അവനവിടെ കരയുന്നുണ്ട്. അവന്റെ യാത്രയുടെ കഠിനമായ യാത്രയുടെ അനുഭവം അവനുണ്ട്. ഇപ്പോൾ അവനൊരു അഭയസ്ഥാനമാണ് ആവശ്യം. അവൻ ദൈവത്തിന്റെ സമയത്തിനു വേണ്ടി കാത്തിരിക്കാത്തതിന്റെ പരിണിത ഫലമാണ് ഇനി അവൻ അനുഭവിക്കേണ്ടി വരുന്നത്. ലാബാൻ അവളോട് ചെന്ന് അവളുടെ അപ്പൻ ലാബാനെ ആ വിവരം അറിയിച്ചു. ലാബാൻ അവിടെ നിന്ന് ഓടി വന്ന് അവനെ അവിടെ സ്വീകരിക്കുകയാണ്. 14 വാക്യത്തിൽ ലാബാന് യാക്കോബിനെ കുറിച്ച് പറയുന്ന ഒരു വാക്കുണ്ട്, എന്റെ അസ്ഥിയും മാംസവും, എന്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവും. ലാബാൻ പറഞ്ഞത് ശരിയാണ്. അവർ രണ്ടുപേരുടെയും സ്വഭാവം ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. അപ്പനെ കബളിപ്പിച്ചവനാണ് യാക്കോബെങ്കിൽ യാക്കോബിനെ ഇനിയും കബളിപ്പിക്കാൻ പോകുന്നത് ലാബാനാണ്. രണ്ടുപേരുടെയും ജീവിത രീതിയും സ്വഭാവവും ഏതാണ്ട് ഒരുപോലെയാണ്. അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസം എന്ന് പറയുന്നതിൽ വലിയ തെറ്റില്ല. അവിടെ ചെന്ന് 1 മാസം വരെ അവൻ അവളുടെ സംരക്ഷണയിൽ കഴിഞ്ഞ് അത് കഴിഞ്ഞപ്പോൾ ലാബാന്റെ സ്വഭാവം മാറി. അവൻ പറഞ്ഞു, വെറുതെ നീ എനിക്ക് സേവനം ചെയ്യണ്ട എന്ന് പറഞ്ഞ് അവനെ കൊണ്ട് പണി ചെയ്യിക്കുകയാണ്. അങ്ങനെ ഒരു കഠിനം അവന്റെ ഭവനത്തിൽ മാതാപിതാക്കളോട് ചേർന്ന് അവൻ വസിച്ച നാളുകളൊന്നും ഇത്രയും കഠിനമായൊരു പണി യാക്കോബിന് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവില്ല. ഇപ്പോൾ ഇവിടെ കഠിനമായ ഒരു വേലയിൽ അവൻ ഏർപ്പെട്ടിരിക്കുകയാണ്. പകൽ മുഴുവൻ ആടുകളുടെ കൂടെ നടന്ന് അതിനെ മേയ്ക്കണം. യാക്കോബ് ലാബാന്റെ മകൾ റാഹേലിനെ സ്നേഹിച്ചു. ഇവിടെ ലാബാൻ യാക്കോബിനെ ശരിക്കും ഇവിടെ മുതലെടുക്കുകയാണ്. ആ റാഹേലിനു വേണ്ടി അവൻ 7 വർഷം ഞാൻ നിനക്ക് വേല ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്രകാരം അവൻ ചെയ്തു. നമ്മൾ വായിക്കുന്നത് യാക്കോബ് 7 വർഷം പോയത് അറിഞ്ഞില്ല എന്നാണ്.
കാരണം താൻ സ്നേഹിക്കുന്ന, താൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെക്കുറിച്ചുള്ള അവന്റെ ആഗ്രഹം, അവന്റെ സമയം വളരെ ചുരുങ്ങിയതായി അവന് തോന്നിയെന്നാണ്. യഥാർത്ഥത്തിൽ നമ്മളിത് ദൈവത്തെ സ്നേഹിക്കുമ്പോൾ, ദൈവികമായ ശുശ്രൂഷയിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ, യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ ആ ശുശ്രൂഷ ചെയ്യുന്നതെങ്കിൽ ഏത് ദീർഘമായ കാലഘട്ടവും വളരെ ചുരുങ്ങിയതായി നമുക്കും ഇത് തോന്നും. ജീവിതം തന്നെ ഒരു അല്പകാലമായി നമുക്ക് മാറും. നമുക്ക് താല്പര്യമില്ലാതെ വരുമ്പോഴാണ് ദിവസങ്ങൾ പോവാനും മാസങ്ങൾ പോവാനും നമ്മൾ ബുദ്ധിമുട്ടുന്നത്. ഇവിടെ അബ്രാഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും കൊടുത്തതായ ദൈവം തന്റെ വാഗ്ദത്തം അതിനെ പൂർണ്ണമായി നിറവേറ്റാൻ പോകുന്നത് യാക്കോബിലൂടെയാണ്. അതിന് യാക്കോബിനൊരു ഒരുക്കം ആവശ്യമാണ്. യാക്കോബ് കണ്ടുപിടിച്ച വഴിയേക്കാൾ ഉന്നതമാണ് ദൈവത്തിന്റെ വഴിയെന്ന് അവൻ മനസ്സിലാക്കണം. ഇപ്പോൾ അവൻ ദൈവത്തെ കണ്ടിട്ട് വരുന്നവനാണ്. അവന്റെ ശബ്ദം അവൻ കേട്ടവനാണ്. നമ്മൾ മനസ്സിലാക്കുക, ദൈവത്തിന് ആവശ്യം നമ്മുടെ വകകളെയല്ല, നമ്മളെ തന്നെയാണ്. അതിനുശേഷം 7 വർഷം കഴിഞ്ഞപ്പോൾ യാക്കോബ് ആവശ്യപ്പെട്ടു, ഞാൻ നിന്നോട് പറഞ്ഞ കാലാവധി ഇപ്പം പൂർണ്ണമായിരിക്കുന്നു, നിന്റെ മകൾ റാഹേലിനെ എനിക്ക് വിവാഹം കഴിച്ചു തരിക. പക്ഷെ റാഹേലിന് പകരം ലേയെ യാക്കോബിന് വിവാഹം ചെയ്ത് നൽകി ലാബാൻ അവനെ ഇവിടെ ചതിച്ച രീതി വളരെ രസകരമാണ്. ആ കാലഘട്ടത്തിൽ വിവാഹത്തിന് മുൻപ് ഒരു വലിയ വിരുന്ന് സംഘടിപ്പിക്കുക പതിവാണ്. യാക്കോബിനോട് വിവാഹം രാത്രിയിലാകാമെന്ന് ലാബാൻ അഭിപ്രായപ്പെട്ടു. അപ്പോൾ ആളുകളുടെ മുഖം അത്ര വ്യക്തമാവുകയില്ലല്ലോ. മാത്രമല്ല, ചതിയനായ ലാബാൻ വിവാഹത്തിന് മുൻപ് നടന്ന വിരുന്നിൽ യാക്കോബിന് നന്നായി വീഞ്ഞും മദ്യമൊക്കെ നൽകിയിട്ടുണ്ടാവും. എന്താണ് നടക്കുന്നതെന്ന് പോലും അറിയാത്ത വണ്ണം യാക്കോബ് ഒരു ഉന്മാദാവസ്ഥയിൽ തന്നെ ആയിരുന്നിരിക്കാം. അപ്പോഴാണ് ലാബാൻ യാക്കോബിന്റെ കൈകളിലേക്ക് തന്റെ മൂത്ത മകൾ ലേയെ കൊടുത്ത് അവളെ വിവാഹം ചെയ്യുന്നതിന് സമ്മതമാണോ എന്ന് ചോദിക്കുന്നതും റാഹേലാണെന്ന ധാരണയിൽ യാക്കോബ് സമ്മതം അറിയിക്കുകയും അവർ തമ്മിൽ വിവാഹിതരാകുകയും ചെയ്തു. രാത്രിയുടെ അന്ധകാരത്തിൽ തന്റെ മണവാട്ടിയുടെ മുഖം കാണുവാൻ യാക്കോബിന് സാധിച്ചില്ല. പ്രഭാതത്തിൽ ഉണർന്നു കഴിഞ്ഞപ്പോഴാണ് അവൾ ലേയാണെന്ന് അവൻ മനസ്സിലാക്കുന്നത്. ഇവിടെ യാക്കോബ് കാണുന്ന എന്താണ്? തന്നെ തോൽപ്പിച്ച ലാബാനിൽ തനിക്ക് ചേർന്ന ഒരു എതിരാളിയെ യാക്കോബ് ഇവിടെ കണ്ടെത്തുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ നാട്ടിലൊരു പഴമൊഴിയുണ്ട്, കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന്. കണ്ണു കാണാത്ത അപ്പനെ മുഖംമൂടി ധരിച്ച് കബളിപ്പിച്ചെങ്കിൽ ഇതാ ഇവിടെ മൂടുപടമിട്ട് ലാബാൻ യാക്കോബിനെ കബളിപ്പിക്കുകയാണ്. 1 കൊടുത്താൽ 9 കിട്ടുമെന്ന് നമ്മൾ പറയാറുണ്ട്. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ അവൻ കൊയ്യുമെന്ന് നമ്മുടെ കർത്താവ് ഗലാത്യർ 6:7-8 വാക്യങ്ങളിൽ പൗലോസ്ലീഹയെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പഴയ നിയമത്തിൽ നമുക്കിനി കാണാം, ഇത് ഫറവോൻ എബ്രായരുടെ ആൺമക്കളെയൊക്കെ കൊന്നു. അവസാനം അവന്റെ ആദ്യജാതൻ മരിക്കേണ്ട സാഹചര്യം വന്നു. ആഹാബ് നാബോത്തിനെ കൊന്നു. ആഹാബിന്റെ രക്തം നായ്ക്കൾ നക്കുന്ന അനുഭവം പിന്നുണ്ടായി. ദാവീദ് നീചമായ പാപം ചെയ്തു. അവന്റെ മകളെ മറ്റുള്ളവർ അന്യജാതിക്കാർ ബലാത്സംഗം ചെയ്തു. മാത്രമല്ല, അവന്റെ മകൻ അബ്സലോം അവനോട് യുദ്ധം പ്രഖ്യാപിക്കുക പോലും ചെയ്തു. പൗലോസ് അപ്പോസ്തലൻ സ്തെഫാനോസിനെ കല്ലെറിയാൻ കൂട്ടുനിന്നു. അപ്പോസ്തലപ്രവൃത്തികൾ പിന്നെ നമ്മൾ വായിക്കും, പൗലോസിനെ പുറത്തു കൊണ്ടുപോയി അവർ കല്ലെറിഞ്ഞു, അവൻ മരിച്ചുവെന്ന് വിചാരിച്ച് ജനം മടങ്ങിപ്പോയി എന്ന്. അപ്പോൾ നമ്മൾ വിതയ്ക്കുന്നത് തന്നെ നമ്മൾ കൊയ്യും. നമ്മുടെ കർത്താവും പറഞ്ഞു, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്ന് കിട്ടും. ഇതാണ് യാക്കോബിന് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത്. കണ്ണു കാണാൻ മേലാത്ത തന്റെ അപ്പനെ താൻ കബളിപ്പിച്ചു. അമ്മയും അതിന് കൂട്ടുനിന്നു.
അതിന്റെ പരിണതഫലം താനിവിടെ അനുഭവിക്കേണ്ടി വരികയാണ്. കാരണം ദൈവം യാക്കോബിനെ മെരുക്കിയെടുക്കുകയാണ്. ഇവിടെ ലാബാൻ വളരെ തന്ത്രപൂർവ്വം കാര്യങ്ങൾ ഇവിടെ കൈകാര്യം ചെയ്യുകയാണ്. അപ്പോൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, റാഹേലിനെ അവിടെ അനിയത്തിയെ ഞാൻ നിനക്ക് വിവാഹം കഴിച്ചു തരാം, നീ ഇനിയും എനിക്ക് വേണ്ടി നീ വേല ചെയ്യണം അടുത്ത 7 വർഷം കൂടി. യാക്കോബ് അതിന് തയ്യാറാവുകയാണ്. കാരണം അവന്റെ ആഗ്രഹം അതാണല്ലോ. അവൻ പറഞ്ഞിട്ടുണ്ട്, എന്തുകൊണ്ട് ഞാനിങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ ലാബാൻ ന്യായീകരണമുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ മൂത്തവൾ നിൽക്കുമ്പോൾ ഇളയവളെ കെട്ടിച്ചു കൊടുക്കുക പതിവ് ഞങ്ങൾക്കില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യേണ്ടി വന്നത്. അതുകൊണ്ട് നീ കാര്യം ചെയ്യ്, 7 വർഷം കൂടെ എനിക്ക് വേല ചെയ്യ്, അവളെ കൂടെ ഞാൻ നിനക്ക് വിവാഹം കഴിച്ചു തരാം. അങ്ങനെ യാക്കോബ് റാഹേലിന് വേണ്ടി 7 സംവത്സരം വീണ്ടും സേവ ചെയ്യുകയാണ്. റാഹേലിനുള്ള സ്നേഹമുഖാന്തരം വീണ്ടും 7 വർഷം അവന് ചെറിയ കാലഘട്ടമായി തോന്നുന്നെന്നാണ്. നമുക്കറിയാം, ആടിനെ മേയ്ക്കുക എന്നുള്ളത് അത്ര സുഖകരമായ ഒരു വേലയല്ല. വയലിൽ ആടിനെ മേയ്ക്കുന്ന കഠിനമായ വേലയാണ് അവൻ ചെയ്യേണ്ടിയിരുന്നത്. കത്തിജ്വലിക്കുന്ന സൂര്യന്റെ കീഴിലും തണുപ്പുളവാക്കുന്ന രാത്രിയിലും ഒരുപോലെ ആട്ടിൻകൂട്ടത്തോടൊപ്പം വയലിൽ അവൻ കഴിയണം. അതവന്റെ ആരോഗ്യം ക്ഷയിപ്പിച്ചിട്ടുണ്ടാവാം. എന്നാലും ആ 7 വർഷങ്ങൾ അവന് ചില ദിവസങ്ങൾ പോലെ മാത്രം തോന്നിയെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. കാരണം റാഹേലിനുള്ള യാക്കോബിന്റെ സ്നേഹം അത്ര ശക്തവും വികാരാധീനം ആയിരുന്നു. നമ്മൾ ചിന്തിക്കുക, യാക്കോബ് ഒരു സ്ത്രീക്ക് വേണ്ടി ഇങ്ങനെ വേല ചെയ്തുവെങ്കിൽ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ജീവൻ തന്ന എന്റെ കർത്താവിന് വേണ്ടി ഞാൻ എത്രമാത്രം ആത്മാർത്ഥമായി ഞാൻ സേവനം ചെയ്യണം. നാം ദൈവത്തെ അവിടുത്തോടുള്ള സ്നേഹത്തിൽ നമ്മൾ സേവനം ചെയ്യുമ്പോൾ നമുക്ക് ഈ ഭൂമിയിലെ പണമോ ബഹുമാനമോ പ്രശസ്തിയോ സുഖസൗകര്യങ്ങളോ ഒന്നും നമ്മൾ പിന്നെ അന്വേഷിക്കുകയില്ല. നമുക്ക് എന്തെങ്കിലും ദൈവികമായ വേല അല്ല കഠിനമുള്ളതായി തോന്നുന്നെങ്കിൽ അതിനർത്ഥം നമ്മൾ ദൈവത്തെ പൂർണ്ണമായി സ്നേഹിക്കുന്നില്ല എന്നാണ്. ദൈവത്തെ പൂർണ്ണമായി സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവികമായ ശുശ്രൂഷ നമുക്കൊരിക്കലും മടുപ്പുളവാക്കുകയില്ല, എത്ര ചെയ്താലും നമുക്ക് മതിയാവുകയുമില്ല. അപ്പോൾ നമ്മൾ കാണുന്ന അങ്ങനെ കരാർ മൂലം യാക്കോബിന് ഇനി ലഭിക്കുന്ന 2 ഭാര്യമാരാണ്. 2 ഭാര്യമാർ, ഒന്നിലധികം ഭാര്യമാരെ എടുക്കുക എന്നുള്ള ദൈവത്തിന്റെ പദ്ധതിയല്ല, അത് മനുഷ്യനുണ്ടാക്കിയതാണ്. ബഹുഭാര്യത്വം ദൈവം ഒരിക്കലും അംഗീകരിച്ചതല്ല. ബൈബിളിൽ നമ്മൾ പറയുന്ന പല കാര്യങ്ങളും, സംഭവിച്ച പല കാര്യങ്ങളും അത് ദൈവഹിതപ്രകാരമുള്ളതല്ല എല്ലാം. ദാവീദിന്റെ പാപം ബൈബിളിൽ വിസ്തീകരിച്ചിട്ടുണ്ട്, അത് ദൈവഹിതമല്ല, അത് പൈശാചികമായ തന്ത്രമാണ്. അതാണ് നമ്മൾ നേരിടുന്നതായ പരീക്ഷകൾ. ആദിയിൽ ദൈവം ആദമിന് 1 ഭാര്യയെ മാത്രമേ ദൈവം നൽകിയുള്ളൂ. ഏകഭാര്യത്വമാണ് ദൈവം നിശ്ചയിച്ചിട്ടുള്ളത്. പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവ് ശക്തമായി അതിനെപ്പറ്റി ഇത് പറയുന്നുമുണ്ട്. സ്വന്തം ഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരു വിവാഹം കഴിക്കുന്നവനൊക്കെ വ്യഭിചാരം ചെയ്യുന്നുവെന്നാണ് നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം അവർക്ക് മക്കളുണ്ടാകുന്നു. ലേയ ദുഃഖിതയായി നമ്മൾ കാണുന്നു. കാരണം യാക്കോബിന് അവളോട് വലിയ താല്പര്യം കാണിച്ചിട്ടുണ്ടാവില്ല. എന്നാൽ അവക്കാണ് സന്താന ഭാഗ്യം ദൈവം കൊടുത്തത്. റാഹേലിന് ഇപ്പോൾ മക്കൾ ജനിക്കാത്ത സാഹചര്യവും. ഈ ലേയയുടെ ഇളയ പുത്രൻ യഹൂദയുടെ ഗോത്രത്തിൽ നിന്നാണ് ഇനി നമ്മുടെ കർത്താവിന്റെ ആഗമനം ഉണ്ടാകുന്നത്. ലേവി എന്ന് പറയുന്ന പുരോഹിത ഗോത്രവും ഈ ലേയയുടെ മകൻ ലേവിയിൽ നിന്നാണ് ഇനി ഉണ്ടാവുന്നത്. മൂത്തവൻ രൂപേൻ അവകാശിയാവേണ്ടതാകുന്നു, എങ്കിൽ പാപം ചെയ്തുകൊണ്ട് ആ അവകാശം അവന് ഇത് നഷ്ടപ്പെടുന്നതായി പിന്നീട് നമ്മൾ വായിക്കും, അപ്പന്റെ കിടക്കയെ മലിനമാക്കിയതുകൊണ്ട്. അപ്പോൾ ഈ യാക്കോബിന്റെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അതനുസരിച്ച് ദൈവം നമുക്ക് പ്രതിഫലം തരും. നന്മയാണ് ചെയ്യുന്നതെങ്കിൽ നന്മ നമുക്ക് കൊയ്യാം, തിന്മയാണ് വിതയ്ക്കുന്നതെങ്കിൽ തിന്മ നമ്മൾ കൊയ്യേണ്ടി വരും. അതുകൊണ്ട് യാക്കോബിന്റെ ജീവിതം നമുക്കൊരു പാഠമാവട്ടെ. അതിൽ നിന്ന് നല്ല
പാഠങ്ങളെ ഉൾക്കൊള്ളുവാൻ, അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ദൈവഹിതത്തിന് പൂർണ്ണമായി സമർപ്പിക്കുവാൻ ദൈവമേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ.